നമ്മുടെ ബിഗ് ബോസ് സീസൺ 6 നിന്നും പുറത്തായ റസ്മിൻ ഭായ് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് വീണയുടെ ചാനലിൽ. അതിലെന്ന് വെച്ചാൽ ഈ നമ്മൾ ഈ കഴുകിയൊക്കെ വെളുപ്പിക്കുക എന്ന് പറയത്തില്ല, സോപ്പൊക്കെ ഇട്ട് തേച്ച് മെഴുകി വെളുപ്പിക്കുന്നത് ഗബ്രിയും ജാസ്മിനെ നല്ല വെളുപ്പിക്കുന്നുണ്ട്. അത് കൂട്ടുകാരായതുകൊണ്ടായിരിക്കാം. പക്ഷെ അതിൽ കുറച്ച് വൈരുദ്ധ്യങ്ങളുണ്ട്. അതുപോലെ ജിൻഡോയെ കറുത്ത മത്സ്യ കന്യകൻ എന്ന് പറഞ്ഞതിനൊക്കെ നല്ല വെടിപ്പായിട്ട് ന്യായീകരിക്കുന്നുമുണ്ട്. എനിക്ക് ആ ഇന്റർവ്യൂവിൽ നിന്നും മനസ്സിലായത് വെളിയിൽ വന്നിട്ട് പോലും ഒരു വൈരാഗ്യം സൂക്ഷിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. റസ്മിൻ അവിടെ കാണിച്ചു കൂട്ടിയതെല്ലാം നമ്മൾ കണ്ടതാണ്. റസ്മിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ വീണ ചരിത്രം സൃഷ്ടിച്ച എന്നാണ് പറയുന്നത്. ചരിത്രം സൃഷ്ടിച്ച ഒരാളാണെന്നാണ് പറയുന്നത് ബിഗ് ബോസിൽ. എന്ത് ചരിത്രം സൃഷ്ടിച്ചത്? അവിടെ ആ പവർ റൂം ഇല്ലായിരുന്നെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞാൽ വെളിയിൽ പോകേണ്ട മത്സരാർത്ഥിയായിരുന്നു. 2 ആഴ്ചയ്ക്ക് ശേഷം ആ പവർ റൂം എന്നൊരു കൺസെപ്റ്റ് വൻ പരാജയമായിരുന്നെന്ന് ബിഗ് ബോസ് തന്നെ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഭാഗ്യത്തിന്റെ മേളിൽ നിന്നിട്ട് പോയ റസ്മിനാണ് അവിടെ ചരിത്രം സൃഷ്ടിച്ചതെന്നാണ് പറയുന്നത്. ഓക്കെ, അതെന്തും ആകട്ടെ. അപ്പൊ നമ്മുടെ ഇന്റർവ്യൂവിന്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കും. ചരിത്രം കുറിച്ച വ്യക്തി എന്ന് എൻ്റെ കൂടെ ഉണ്ട്. അവർക്കൊരു മീഡിയേറ്റർ ഉണ്ട്. അങ്ങനെ ഒരു ടോക്ക് അവിടെ കേട്ടു. അപ്പൊ ഞാൻ ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഇവർക്ക് ആ ഫ്രണ്ട്ഷിപ്പിന് എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പൊ അവരുടെ റിലേഷൻ ജാസ്മിന്റെയും ഗബ്രിയുടെയും ബന്ധത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. അവരൊരു ഫ്രണ്ട്ഷിപ്പായിരുന്നു. ആ ഫ്രണ്ട്ഷിപ്പിന് മുകളിലേക്ക് അവർ പിന്നെ അങ്ങ് പോയി. പിന്നെ ഇവർക്ക് തന്നെ അറിയില്ല ഇതെന്താണ് സംഭവിക്കുന്നുള്ളത്. അവർ അറിഞ്ഞിട്ടേ ഇല്ല അവിടെ എന്താണ് നടക്കുന്നതെന്ന് പോലും അവർക്ക് മനസ്സിലാകാത്ത ഒരു രീതിയിലേക്ക് പോയി എന്നാണ് പറയുന്നത്. 24/7 കണ്ട എല്ലാ ആൾക്കാർക്കും അറിയാം അവിടെ എന്താണ് നടന്നതെന്ന്. റസ്മിൻ വന്ന് ഇങ്ങനെ കിടന്ന് മെഴുകി വെളുപ്പിക്കേണ്ട ഒരാവശ്യവും ഇല്ല. അല്ലെങ്കിൽ നമ്മുടെ എല്ലാം കണ്ണ് പൊട്ടായിരിക്കണം. നമ്മളാരെ കുറ്റപ്പെടുത്തിയൊന്നും പറയുമല്ല. പക്ഷെ റസ്മിൻ ഇത് പറയുമ്പോൾ നമുക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല. റസ്മിൻ ഭയങ്കരമായിട്ട് വെളുപ്പിക്കാനായിട്ട് വന്നിരിക്കുന്നത്. പക്ഷെ ഈ കണ്ട അപ്പം നമ്മളൊക്കെ മണ്ടന്മാരാണോ? ഞാൻ ചോദിക്കുന്നത്, ഈ 24/7 എന്ന പ്രോഗ്രാം കണ്ട ഈ ജനങ്ങളെല്ലാവരും മണ്ടന്മാരാണ്. എന്താണെന്നുള്ളത് ഒരു ക്ലാരിറ്റി അവരെ എനിക്കും തന്നിട്ടില്ല. അതായത് പുറത്തിറങ്ങിയിട്ടാണ് എനിക്ക് ചോദിക്കാൻ എന്താണ് സംഭവം എന്നുള്ളത്. പുറത്തിറങ്ങിയിട്ട് ചോദിക്കാനൊന്നുമില്ല. അവരുടെ ക്ലാരിറ്റി ഇല്ലായ്മയാണ് അവരുടെ ക്ലാരിറ്റി. അത് റസ്മിൻ ഇതുവരെ മനസ്സിലായില്ലേ? അത് എത്രയോ പ്രാവശ്യം ഗബ്രി അവിടെ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട്, ക്ലാരിറ്റി ഇല്ലാത്തതാണ് ഇതിന്റെ ക്ലാരിറ്റി എന്ന്. ഇനി വെളിയിൽ വന്ന് ചോദിച്ചാലും പറയും ക്ലാരിറ്റി ഇല്ലാത്തതാണ് ഇതിന്റെ ക്ലാരിറ്റി എന്ന്. എന്നുവെച്ചാൽ ഈ കാണുന്നവരെല്ലാം ഇപ്പൊ ആലോചിച്ചുകൊണ്ടിരിക്കും, ഇതെന്താണ് ഈ ക്ലാരിറ്റി ഇല്ലാത്തതാണ് ഇതിന്റെ ക്ലാരിറ്റി. അതിനൊരു പുതിയൊരു പേര് ഇനി കണ്ടുപിടിക്കണം. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിക്കൊണ്ട് വന്നത് തന്നെ ഇവർ രണ്ടുപേരുമാണ്. അവിടെ ഇനി പുറത്ത് വന്നതിന് ശേഷം ഇനി ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പറയാമെന്നാണെങ്കിൽ പുറത്ത് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പറയുന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാം. ജാസ്മിൻ ഗബ്രിന്റെ അടുത്ത് കാണിക്കുന്ന ഒരു ഇഷ്ടം ട്രസ്റ്റും അതിന്റെ ഒരു എന്താ പറയാ അത്രയും പോലും ഗബ്രിക്ക് ഇല്ലാന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അല്ലാതെ അവർ ഒരുമിപ്പിച്ച് പ്രേമാക്കി അവരെ സെറ്റാക്കി ഒരു മൂലക്കയിൽ ഇരുത്തണം, ആ ഒരു രീതിയിൽ ഞാൻ ഇന്നേവരെ അവിടെ സംസാരിച്ചിട്ട്. റസ്മിൻ പറയുന്നത് അവിടെ ബ്രോക്കർ പണി ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. റസ്മിനെ തീർച്ചയായിട്ടും എല്ലാവരും ബ്രോക്കർ റസ്മിൻ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ വേറെ പല പേരുകളും വിളിക്കുമായിരുന്നു. അത് നമ്മൾ ഇവിടെ പറയേണ്ട ആവശ്യമില്ല. ശരിക്കും ആ 24/7 കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലാവും, പക്ക ഒരു ബ്രോക്കർ പണിയായിരുന്നു അവിടെ നടത്തിക്കൊണ്ടിരുന്നത്. അവർ വീണപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ചരിത്രം സൃഷ്ടിച്ചു എന്ന് പറയുന്ന ഒരു മറുപടി എനിക്ക് പറയാനുള്ളത്, ബിഗ് ബോസ് ഹൗസിൽ ആദ്യമായി ബ്രോക്കർ പണി നടത്തി ചരിത്രം സൃഷ്ടിച്ചത് റസ്മിനാണ്. അത് സമ്മതിക്കാം. കിങ് ലയർ കള്ളത്തരത്തിന്റെ ആശാനാണ് ജിൻഡോ ബ്രോ. അപ്പൊ രണ്ടാമത് ഇനി പറഞ്ഞു വരുന്നത് കള്ളത്തരത്തിന്റെ ആശാനാണ് ജിൻഡോ ബ്രോ. ദ കിങ് ലെയർ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് എന്നാണ്. അപ്പൊ വെളിയിൽ വന്ന എപ്പിസോഡുകളെല്ലാം കണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ടതിന് ശേഷമായിരിക്കാം ഈ പറയുന്നത്. കുറച്ചൊക്കെ എപ്പിസോഡ് കണ്ടിരിക്കാം. അവിടെ കള്ളത്തരം കാണിക്കുന്നവരെല്ലാം വലിയ കള്ളന്മാരായിട്ട് അങ്ങ് കരുതേക്കും. ഈ ഗെയിമിനകത്ത് കള്ളത്തരം കാണിച്ചു എന്നുള്ളതാണെങ്കിൽ അവിടെ സിജോയും സായും പക്ക കള്ളത്തരമല്ലേ കാണിച്ചത്? സിജോ ആദ്യം വന്ന് കയറിയത് മുതൽ കള്ളത്തരമല്ലേ കാണിച്ചത് ഗെയിമിൽ തന്നെ? എന്തുകൊണ്ട് അതിനെപ്പറ്റി നിങ്ങൾ സംസാരിക്കുന്നില്ല? അതുപോലെ സിജോയും സായും കഴിഞ്ഞ ഒരു സോപ്പ് ടാസ്ക് കൊടുത്തു, അതിൽ കള്ളത്തരം കാണിച്ചില്ല. പല ടാസ്കുകളിൽ കാണിച്ചില്ലയോ? എന്തുകൊണ്ട് അതിന്റെ റസ്മിൻ മറന്നു പോവാണോ? അപ്പം ഒരു പേഴ്സണലായിട്ട് ഒരു റിവെഞ്ച് വെച്ചുകൊണ്ട് തന്നെയാണ് റസ്മിൻ സംസാരിക്കുന്നത് എന്നുള്ളത് ആ ഇന്റർവ്യൂ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ വീണയുടെ ചാനലിൽ പോയി ആ ഇന്റർവ്യൂ ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാവും. ജിൻഡോ ചേട്ടനെ കരിഞ്ഞ മത്സ്യകന്യകൻ, പൊട്ടൻ, മണ്ടൻ അങ്ങനെയുള്ള ഒത്തിരി വേർഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ചെയ്യുന്നത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നല്ല പുള്ളിനെ പറയണ്ടേ, മനസ്സിലായോ? അപ്പൊ ജിൻഡോയെ കുറിച്ച് കരിഞ്ഞ മത്സ്യകന്യകൻ എന്നൊക്കെയാണ് അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ശരിയാണോ എന്നാണ് ചോദിക്കുന്നത്. അവിടെ വീണ ചോദിക്കുന്നുണ്ട്, കരിഞ്ഞ മത്സ്യകന്യകൻ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അത് ശരിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിനെ വരെ റസ്മിൻ അവിടെ ന്യായീകരിക്കുകയാണ്. പറഞ്ഞു പോവും, അങ്ങനെയാണ് പറയേണ്ടത്, പുള്ളി ചെയ്യുന്നതിനൊക്കെ അത് പറഞ്ഞേ പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത്. പുള്ളി കറുത്ത് പോയത് കൊണ്ടാണോ ഈ പ്രശ്നം? അപ്പൊ പുള്ളി അവർക്ക് ആർക്കും ഇപ്പോഴും ജിൻഡോ എന്നുള്ള ഒരാളെ അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ആയിക്കോട്ടെ, അത് അവരവരുടെ ഇഷ്ടമാണ്, ആരെ ഇഷ്ടപ്പെടണം ആരെ ഇഷ്ടപ്പെടണ്ട എന്നുള്ളത്. പക്ഷെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെ ന്യായീകരിച്ച് സംസാരിക്കുമ്പോൾ, ഈ കറുത്ത മത്സ്യകന്യകൻ എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ച് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത്
ഒരു കറുത്തവരെ മൊത്തവും ഞാൻ പറയുന്നത് ഒരു കറുത്ത അല്ലെങ്കിൽ വലിയ ഗ്ലാമർ ഒന്നും ഇല്ലാത്ത ആൾക്കാരെ അടിച്ച് ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. ഈ വലിയ വലിയ ആൾക്കാരെ റസ്മിന് മനസ്സിലാത്ത ഒരു കാര്യമുണ്ട്. ഈ കറുത്ത ആൾക്കാരൊക്കെ ചരിത്രം സൃഷ്ടിച്ചവരുണ്ട്, കാണാൻ സൗന്ദര്യമില്ലാത്തവര്. ഇവരെല്ലാവരും ഇപ്പൊ കാണാൻ കുറച്ച് സുന്ദരാണ് അല്ലെങ്കിൽ സുന്ദരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നതെല്ലാം ശരിയാണോ? എനിക്ക് അങ്ങനെയാണ് റസ്മിന്റെ വാക്കിൽ നിന്ന് കേൾക്കുന്നത്. കരിഞ്ഞ മത്സ്യകന്യകർ എന്നൊക്കെ പറഞ്ഞത് പക്ക കറക്റ്റ് ആണെന്നൊക്കെയാണ് പറയുന്നത്. ഇതിനുള്ള മറുപടി നിങ്ങൾ തന്നെ കമന്റ് ആയിട്ട് അങ്ങ് കൊടുക്കുക.